Good morning, everybody. Today we shall discuss about the topic human resource management. I would like to introduce human resource management. It is a modern concept in our country. It was originated in 1971. In the earliest period, it is known as personal management. The success of an organization depends upon human resources. The success of an organization depends upon the skill, knowledge, ability, and talent of the organization. Then the second one is money is one of the important factor of production. There are some factors of production. What are they? Men, money, material, machinery, and methods. Money is the first and important factor than other production. Factor of production. Money is one of the important factor because money is only the life factor. A man can coordinate all other factors of production. Third one is man is a dynamic force. Dynamic means it would be able to change. Man is a dynamic force because he has to change according to the situation. The next one, an organization must employ right number of workers at the right time for the success of the organization. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിനകത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഹ്യൂമൻ റിസോഴ്സസ് മീൻസ് വർക്കേഴ്സ്, ലേബറേഴ്സ്, എംപ്ലോയീസ് എക്സെട്ര. The success of an organization depends upon the skill, knowledge, ability, talent of an employee, etc. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കഴിവ് അല്ലെങ്കിൽ നോളജ്, അബിലിറ്റി, ടാലൻറ്റ് ഇതിൻ്റെയൊക്കെ ബേസിലാണ്. ദെൻ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് factors of production or M's in production. Men, money, material, machinery and methods. ഇവിടെ മെന്നിന് മാത്രമാണ് ലൈഫ് ഉള്ളത് അല്ലേ, ബാക്കിയുള്ളതെല്ലാം എന്താ പറയുക ആക്റ്റീവ് അല്ലാത്ത, അതായത് പാസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. മെന്നിന് മാത്രമാണ് ലൈഫ് ഉള്ളത്, മെന്നാണ് കോർഡിനേറ്റ് ചെയ്യണം എല്ലാത്തിനെയും. ദെൻ മെൻ ഈസ് എ ഡൈനാമിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ സാധിക്കുന്നത് മെന്നിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ അതിനാവശ്യത്തിനുള്ള വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യണം. Then I would like to introduce the concept of HRM. There are various concepts of HRM. The first concept is people at work. വർക്ക് പ്ലേസിലെ പീപ്പിൾ ആണ് HR, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. പീപ്പിൾ അറ്റ് ദ വർക്ക് പ്ലേസ്, ലേബർ അറ്റ് ദ വർക്ക് പ്ലേസ് ഓർ എംപ്ലോയീസ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. പീപ്പിൾ എന്ന് പറയാം, ലേബർ എന്ന് പറയാം, വർക്കേഴ്സ് എന്ന് പറയാം, എംപ്ലോയീസ് എന്ന് പറയാം. ഓൾ ആർ സെയിം. ദെൻ ഇതിനെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മൂല്യം ഇരിക്കുന്നത്. എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിസോഴ്സസ്. പീപ്പിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വി കൺസിഡർ ആസ് പീപ്പിൾ. ലേബർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് യൂസ് മാത്രമാണ് ഈ ഡിഫറെൻറ്റ് വേർഡ്സിൽ വരുന്നുള്ളൂ കേട്ടോ. The next one, it's a recent origin. നമ്മൾ പറഞ്ഞു ഒരു റീസെൻറ്റ് കോൺസെപ്റ്റ് ആണ് ഓർ എ മോഡേൺ കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ 1971. പക്ഷേ നമ്മുടെ USA ഈ സംഭവം ആദ്യമേ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. ഇതിന് ഏർലിയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലേബർ എന്നായിരുന്നു പണ്ട്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ, മോഡേൺ കോൺസെപ്റ്റ് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദി മോഡേൺ കോൺസെപ്റ്റ് വി സേസ് ലേബർ ആസ് ഹ്യൂമൻ റിസോഴ്സസ്. ബട്ട് ഇൻ അവർ ഏർലിയർ കോൺസെപ്റ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ദേ ആർ കൺസിഡേർഡ് ആസ് ലേബർ. Then human resources are the valuable resources. One of the valuable resources than other resources is human resources. Management identifies that these are the most valuable resources than other resources. What are the other resources of an organization? Land, labor, capital. But labors are the most valuable resources. Then, so these are the valuable resources. It can be termed as human capital or human assets. So it is the duty of every organization is to develop human resources by giving education, training and development.
Then next is the meaning of HRM. What is the meaning of HRM? Human resources are the aggregate of knowledge, skills, abilities, talents and aptitudes of employees of an organization. Human resources are different from other resources. They are productive to changing environment. So human resources are the aggregate. What do you mean by aggregate? Total. Human resources are the total of knowledge, skills, abilities, talents and aptitudes of employees of an organization. ഒരു ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫോഴ്സിൻ്റെ ടോട്ടൽ ഓഫ് നോളജ്, സ്കിൽ, അബിലിറ്റീസ്, ടാലൻസ്, ആപ്റ്റിറ്റ്യൂഡ്സ് എക്സെട്ര ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സസ്. Then definition by Edwin B. Flippo. HRM is the planning, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and reproduction of human resources to the end that individual, organizational and societal objectives are accomplished. കുറച്ച് വലിയൊരു ഡെഫിനിഷനാണ്, എന്നാലും നമ്മളത് പഠിക്കണം കേട്ടോ. Then HRM is the planning. HRM human resource management ആണ്. നമുക്കറിയാം a lot of functions are involved in management. So human resource management contains that a lot of functions, that is planning, organizing, directing and controlling. ഇവിടെ പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എന്തിനെ കുറിച്ചായിരിക്കും? ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചാണ്. ആ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്? ദാറ്റ് ഈസ് procurement. Procurement means acquiring, അവരെ നേടിയെടുക്കുക. Procurement means acquiring the human resources. After acquiring or procurement of human resources, it is the duty of every organization is to develop the human resources by giving education and training. That is development. After developing the human resources, the next factor is compensation. Compensation means giving consideration to human resources according to their skills, knowledge, etc. Compensation is the remuneration or consideration like wage, salary, etc. Then integration means coordinate the human resources. And maintenance means അവരെ നമ്മൾ എന്ത് ചെയ്യുക, നിലനിർത്തുക. ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അങ്ങനെ അവരെ നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യുക. ഇതാണ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അവരെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളത്. ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എയിം അല്ലെങ്കിൽ എൻഡ്, അവസാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ, അതായത് എംപ്ലോയിയുടെ ഗോളുകൾ, ഓർഗനൈസേഷൻ്റെ ഗോളുകൾ, സൊസൈറ്റിയുടെ ഗോളുകളൊക്കെ അക്കംപ്ലിഷ് ചെയ്യുക. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗോള് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്താലാണ് സൊസൈറ്റിയുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.